ഹലോ കൂട്ടുകാരെ, ഖത്തർ മത്തങ്ങ എന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. അതിൽ നിന്ന് കിട്ടിയ മത്തങ്ങയുടെ പകുതിയാണിത്. ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ ഗായ്സ്, മത്തങ്ങ അരിഞ്ഞ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. വേവണം. ഒരു ആവി വന്നാൽ മതി, പെട്ടെന്ന് വേവും. പിന്നെ 2 നാളികേരം, സാധാരണ വലുപ്പം മീഡിയം 2 നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിനെ പാല് പിഴിയണം. പിന്നെ ശർക്കര പാനി ഉണ്ടാക്കുകയാണ്. ഈ നെയ്യിലേക്ക് നമ്മൾ മത്തങ്ങ ഉടച്ചു വെച്ചിരിക്കുന്നത് ഇടാൻ പോവുകയാണ്. മത്തങ്ങ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിക്കാം. അതിൽ ഏലക്കായ ഇട്ടതാണ് ഞാൻ. ഇളക്കി കുറുകുന്നത് വരെ ഇത് കുറുകാനായിട്ട് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ അതും 2ാം പാലും ഒഴിക്കണം. ഇത് നല്ലോണം കുറുകുമ്പോൾ നമുക്ക് നിർത്താം. അല്പം നെയ്യും ഒഴിക്കണം. മുന്തിരിയും അണ്ടിപ്പരിപ്പ്, ബദാം അങ്ങനെയുള്ള സാധനങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. അതിനോട് കൂടി 1ാം പാൽ ഒഴിക്കണു. പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. 1ാം പാലല്ല, തേൻപാൽ. ഓക്കെ, അങ്ങനെ നമ്മുടെ പായസം റെഡി. ഓക്കെ ഗായ്സ്.